അതായത് വന്ദനാദാസിൻ്റെ മാതാപിതാക്കൾ റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുകയാണ്. കേസിൻ്റെ വിധി വന്നതിന് ശേഷമാണ് അവർ ഇതാവുന്നത്. നമ്മൾ ഈ വിധിയിൽ തൃപ്തരാണോ? ഞങ്ങളുടെ വിധിയിൽ ഞങ്ങൾക്ക് നേരിയ ആശ്വാസമുണ്ട്. കാരണം 30 വർഷത്തെ ജയിൽ ശിക്ഷയും അതിനുശേഷം മാത്രമേ ഉള്ളൂ ലൈഫ് ടൈം ശിക്ഷ വരികയുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതല്ല. കാരണം ഞങ്ങളുടെ മോള് 27 പ്രാവശ്യത്തോളം ഈ കുത്തേറ്റാണ് പിടഞ്ഞ് മരിച്ചിരിക്കുന്നത്. അപ്പം അതിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ജീവപര്യന്തോ അതൊന്നും അല്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി ഭാവിയിൽ ഞങ്ങൾ മോൾ അനുഭവിച്ച ദുഃഖവും വേദനയും ഒക്കെ പ്രതിക്കും ഉണ്ടാകുന്നതിന് ആവശ്യമായിട്ട് വേണ്ട നിയമ നടപടികളാണ് ഞങ്ങൾ മുൻപോട്ട് പോകും എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു കോടതിയിൽ. പക്ഷേ അങ്ങനെ ഒരു പരിഗണന ഉണ്ടായില്ല. അപൂർവമായിട്ട് കേസായിട്ട് പരിഗണിക്കണമെന്ന് പ്രോസിക്യൂട്ടർ ഞങ്ങൾക്ക് വേണ്ടി അവിടെ സമർപ്പിച്ചിരുന്നു. അതിൽ അങ്ങനെ ഒരു വിധിന്യായത്തിൽ കാണുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അടുത്ത നടപടിയിലേക്ക്, അതായത് ഉയർന്ന കോടതികളിൽ പോയി ഇതിൻ്റെ നിയമപോരാട്ടം തുടരും എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ പ്രോസിക്യൂട്ടറായിട്ട് ആലോചിച്ചതിന് ശേഷം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ 2 വർഷവും 10 മാസത്തിൽ കൂടുതൽ ഒരു നിയമ പോരാട്ടമാണ്. അപ്പോൾ ആ പോരാട്ടം ഇന്ന് അവസാനിക്കുമ്പോൾ വന്ദനയ്ക്ക് ഇല്ല, ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. വിചാരിച്ച പോലെയുള്ളൊരു കാര്യം നടന്നു എന്നുള്ളത് നമ്മുടെ വക്കീലുമായിട്ട് ആലോചിച്ചതിന് ശേഷം അടുത്ത് എന്താ സ്റ്റെപ്പ് എടുക്കേണ്ടതെന്ന് ചോദിച്ച് ചെയ്യും. കാരണം ഇങ്ങനൊരു സംഭവം കേരളത്തിൽ ആദ്യമായിരുന്നു ഒന്ന്. പക്ഷേ അതിൽ ആ രീതിയിൽ ഗ്രാവിറ്റിയിലുള്ളൊരു വിധി ഉണ്ടായില്ല കോടതിയുടെ ഭാഗത്തുനിന്നും. അതെ, ഗ്രാവിറ്റിയിലുള്ളൊരു ഇതുണ്ടായില്ലെന്ന് തന്നെയാണ് എല്ലാവരും അങ്ങനെയാണ് വിചാരിക്കുന്നതെങ്കിൽ ഞാനും അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ മുഴുവൻ വകുപ്പുകളും ശരിയാണെന്ന് കോടതി കണ്ടെത്തി. പക്ഷേ ആ രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചൊരു വിധി വന്നില്ല. സമീപിക്കും. അത് നമ്മുടെ വക്കീലുമായിട്ട് ആലോചിച്ചിട്ട് അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യും. എന്തായാലും കുടുംബവും അങ്ങനെ തന്നെയാണ് പറയുന്നത്. മേൽക്കോടതിയെ സമീപിക്കും. പ്രതീക്ഷിച്ചൊരു വിധി ഉണ്ടായില്ല. അപൂർവങ്ങളിൽ അപൂർവം എന്ന കേസ് എന്ന പരിഗണന ഇതിന് ലഭിച്ചില്ല എന്നാണ് കുടുംബം പറയുന്നത്. കൊല്ലത്തുനിന്ന് AV ജയശങ്കർ.